ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കറിൽ 20 മിനിറ്റിനുള്ളിൽ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ രുചിയിലൊട്ടും കുറവ് വരാത്ത രീതിയിൽ ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഇത് സത്യത്തിൽ ഈ ബിരിയാണി എന്നെ ഞെട്ടിച്ചു. അത്ര ടേസ്റ്റായിരുന്നു. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്തു വിടുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ അത്ര രുചിയായിരുന്നു. 100% പെർഫെക്റ്റായി കിട്ടി. ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക. സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടെ തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ടൊരു 3 സവാള ഞാൻ ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളിയുടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 8 പച്ചമുളക് കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തതല്ല, ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ഇട്ട് നമുക്കിത് നന്നായിട്ട് ഞവടി യോജിപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ 2 ടേബിൾ സ്പൂൺ വീതം കണക്കാക്കി എടുത്താൽ മതി. പച്ചമുളക് എരി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഒന്ന് ഞാൻ അവിടെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ കഴുകി 1 കിലോളം ചിക്കനൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഇതിട്ട് വേവിക്കാവുന്നതാണ്. വേറെ വെള്ളമൊന്നും അഡീഷണൽ ചേർക്കുന്നില്ല. നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് മാത്രമാണ് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഇതിലുള്ള ചിക്കനിലുള്ള വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 1 വിസിൽ മാത്രം കേട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ ഒന്ന് കേൾക്കുമ്പോഴേ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ പ്രഷർ പോണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ പ്രഷറൊക്കെ പോയി ചിക്കനൊക്കെ ഒരു വിധമൊക്കെ പകുതിയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം അതിൽ കിടപ്പുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ ഊറി വന്ന വെള്ളവും നമുക്കൊരു 1/2 കപ്പോളം ഒരു ബൗളിൽ അരി എടുക്കുന്നുണ്ടല്ലോ, ആ അളവിൽ 1/2 കപ്പ് വെള്ളം ഉണ്ട്. നിങ്ങളത് നോക്കണം. പിന്നെ ഇത് ആൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഒക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിതിന് മുകളിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ അരി കുതിർക്കാനായിട്ട് 10 മിനിറ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് ഊറ്റിയെടുത്തതാണ് ഇത് അരി. ഈ ബൗളിൻ്റെ അളവിലാണ് ഞാൻ അരി എടുത്തത്. ഈ കപ്പിന് ബൗളിന് 1 കപ്പ് ബൗൾ അരിയുണ്ട്. ഏകദേശം ഒരു 3/4 കിലോയ്ക്ക് പുറത്ത് വരും. പിന്നെ ആ ബൗളിൽ തന്നെ ഒരു ബൗളിൽ ചൂടായ വെള്ളമാണിത്. ഞാൻ വെള്ളം ചൂടാക്കിയാണ് എടുത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/2 ബൗളോളം വെള്ളം അതിലുണ്ടായിരുന്നു. ഏകദേശം 1.5 ബൗളോളം വെള്ളം മതി കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന്. അത് കണക്കാക്കി നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരി എടുക്കുന്ന പാത്രത്തിൽ അര വെള്ളം, ആ അളവിന് 1.5 കപ്പ് വെള്ളത്തോളം, 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്ന് കണക്കാക്കിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 വിസിൽ മാത്രം, ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ അത്രേ കേൾക്കാവൂ. അപ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് അതിൽ ഇരിക്കട്ടെ. പിന്നെ ഫ്ലെയിം നമ്മളെ പ്രഷർ ഇറങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 1 വിസിൽ മാത്രമേ കേൾക്കാവൂ. അപ്പോഴേ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഒട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. കൈമ ബസ്മതി അരിയാണിത്. നമുക്കിത് ബൗളിലോട്ട് ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഒട്ടും തന്നെ മൂട്ടിലൊന്നും പിടിച്ചിട്ടില്ല. നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒന്ന് വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റായിരുന്നു. നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ വെള്ളം ചേർക്കുന്ന കൂട്ടത്തിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അപ്പോഴൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ കൂടെ അല്പം നെയ്യൂടെ ചേർത്താൽ മതി. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.